ഇറ്റ്സ് മീ AJ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയൊരു ട്രിക്ക് ആൻഡ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയൊരു ട്രിക്കൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതായത് ഇന്ന് ഒട്ടുമിക്ക ആളുകളുടെ സ്ത്രീകളുടെ ആയിട്ട് ഉദ്ദേശിച്ച് ഒട്ടുമിക്ക സ്ത്രീകളുടെയും പ്രധാന പ്രശ്നമാണ് ഈ മുടിക്ക് കട്ടിയില്ല, ഉള്ളില്ല. അതായത് എവിടെയെങ്കിലും പോകാനൊക്കെ ഇറങ്ങുമ്പോൾ തലയൊക്കെ ഇട്ടുമ്പോൾ ഒത്തിരി മോശമായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇറങ്ങേണ്ടി വരും. അപ്പം അതിനൊക്കെ ചെറിയ നമുക്ക് പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാനൊന്നും പറ്റില്ല, ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിച്ച് അത് എങ്ങനെ കട്ടിയുള്ള കുറച്ചെങ്കിലും തിക്കായിട്ട് നല്ലൊരു ഇതായിട്ട് തോന്നിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയും എൻ്റെ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. തലേ ദിവസമേ മുടി ഷാമ്പു ചെയ്ത്, നമുക്ക് ഇഷ്ടമുള്ള ഷാമ്പു ഉപയോഗിക്കാം, നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു തന്നെ മതി. തലേ ദിവസമേ ഷാമ്പു ചെയ്ത് മുടി നല്ലപോലെ ഡ്രൈ ആക്കി വെക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ മുടി, അതായത് തലേദിവസം രാത്രിയിൽ മുടി നല്ലപോലെ കെട്ടിവെക്കണം. ആ കെട്ടിവെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഷാമ്പു ചെയ്ത് ഉണക്കി വെച്ച മുടി ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇട്ട് നല്ലപോലെ ചീവണം. നല്ലപോലെ ചിക്കൻ ചടയെല്ലാം കളഞ്ഞ് നല്ലപോലെ ചീകിയെടുക്കണം. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ ഒത്തിരി നേരം ചീപ്പിട്ട് ചീക്കാൻ പാടില്ലാത്ത രീതിയിൽ ഇതെടുത്ത് വെക്കണം. നല്ലപോലെ ചിക്കൻ കളഞ്ഞ് നല്ലപോലെ മുടി ഫ്രണ്ടിലേക്ക് ഇട്ട് ചീവി എല്ലാം എടുത്തു കഴിഞ്ഞ് ഇതുപോലെ മുടി അങ്ങ് ചുരുട്ടി ഒത്തിരി ഇറുക്കല്ല, ജസ്റ്റ് ഇതാക്കി ഇതുപോലെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു ബുഷ്, ജസ്റ്റ് ഒരു ചെറിയൊരു ബുഷൊക്കെ ഇട്ടൊന്ന് കെട്ടണം. കെട്ടുമ്പോഴും ഒറ്റ ഇതിലിട്ടാൽ മതി, ഒത്തിരി ഇറുക്കി കെട്ടാതെ കുറച്ച് ലൂസായിട്ട് ഇതുപോലെ ലൂസായിട്ട് സൈഡൊക്കെ ആണെങ്കിലും നല്ല ബണ്ണ് ചെയ്തിടുമല്ലോ, ആ ബണ്ണിലാണെങ്കിലും ലൂസായിട്ട്, ഒത്തിരി ഇറുക്കിയാലും വളഞ്ഞ് ഒരിതായിട്ട് കിടക്കും മുടി. അപ്പം നല്ലപോലെ മുടി കെട്ടി വെക്കണം. മുടി വിരിച്ചിട്ട് അങ്ങനെ കെട്ടണം. ആ ഷാമ്പു ചെയ്ത മുടി നല്ലപോലെ കെട്ടി ഇതായിട്ട് വെക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, രാവിലെ എണീറ്റ് ഷാമ്പു ചെയ്താണുള്ള മുടി പറന്നിരിക്കാനുള്ള കെട്ടാൻ പറ്റുന്നില്ലെന്ന് ഓർത്ത് എണ്ണ തേക്കുകയേ ചെയ്യരുത്. അന്നത്തെ ദിവസം എണ്ണ തേക്കണ്ട. ഒരു ദിവസത്തേക്ക് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ദിവസത്തേക്ക് നല്ല ഇതായിട്ട് തേക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എണ്ണ തേക്കാതിരിക്കുന്നത് നല്ലതായിരിക്കുമേ. അപ്പം മൂന്നാമത്തെ കാര്യം, എണ്ണ തേക്കരുത്. രാവിലെ എണീറ്റ് എണ്ണ തേക്കരുത്. നാലാമത്തെ കാര്യം, മുടി എപ്പോഴും കെട്ടുന്ന പോലെ ഇങ്ങനെ പതിച്ച്, ഇപ്പോഴത്തെ എൻ്റെ മുടി തന്നെ പതിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഒട്ടും മുടിയില്ല. അപ്പോൾ ഒത്തിരി പതിച്ച് ചീകി ഇങ്ങനെ പതിച്ച്, എല്ലാവർക്കും തന്നെ അറിയില്ല, ഇങ്ങനെ ഒത്തിരി ഒട്ടിച്ചീകി എണ്ണ ഇതാക്കി ഒട്ടിച്ചീകി ഒരിക്കലും പുറത്ത് പോകരുത്. അതിന് പോലെ ജസ്റ്റ് ലൂസ് ഹെയർ ഒക്കെ ആയിട്ടും ഒത്തിരി ഇറുക്കി കെട്ടാതെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിടുന്ന രീതിയിൽ കെട്ടിക്കൊണ്ട് പോകണം. അതാണ് നാലാമത്തെ കാര്യം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്താം കേട്ടോ, കാരണം വീഡിയോ ലെങ്ത് കൂടുന്നതനുസരിച്ച് പലരും കാണാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞത്, ഒത്തിരി ലെങ്ത് ആക്കാതെ വേഗം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒത്തിരി മുടിക്ക് കട്ടി വന്ന് നല്ല ഇതായിട്ട് കിടക്കും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ മുടിക്ക് ചെറിയൊരു തിക്നെസ്സും കുറച്ചൊക്കെ ഉള്ള പോലെയും ഉള്ളുള്ള പോലെയൊക്കെ നമുക്ക് തോന്നിക്കാം. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, മുടി തലേ ദിവസം ഷാമ്പു ചെയ്ത് നല്ലപോലെ ഉണക്കി വെക്കുക. തലേ ദിവസം മുടി നല്ലപോലെ കെട്ടി വെക്കുക. മൂന്നാമത് ചെയ്യേണ്ടതാണ്, എണ്ണ തേക്കരുത്. പോകുന്ന അന്ന് രാവിലെ എണ്ണ തേക്കരുത്. പിന്നെ നല്ലപോലെ മുടി നല്ല ഫ്രീ ഹെയർ ആയിട്ട് ഇടണം. കെട്ടി വെക്കാതെ ഫ്രീ ഹെയർ ആയിട്ട് ഒരു ഇതായിട്ട് ഇടണം. അതുപോലെ എപ്പോഴും മുടി ചീക്കൊണ്ടും ഇരിക്കരുത്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കുറച്ചെങ്കിലും തിക്നെസ് തോന്നിക്കുന്നതാണ്. അപ്പം ഈ ചെറിയൊരു ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വലിയൊരു ട്രിക്കല്ല, ഇതേപോലെ ചെറിയ ട്രിക്കുകളൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സും കൂടെ കാണിക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.